ദൈവത്തിന് കീഴടങ്ങിയവർ. Surrendered unto God. Is your life surrendered unto God? നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയവരാണോ? ആരാധിക്കാൻ വരുന്നുണ്ട്, വണ്ടർഫുൾ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്താലും കർത്താവേ അങ്ങയുടെ ഹിതത്തിനായിരിക്കും ഞാൻ ചെയ്യുന്നത്. അങ്ങയുടെ ഹിതം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്കായി കണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, വേലയ്ക്കൊന്നും ഞാൻ വരത്തില്ല. ഞാൻ ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി സഭകൾക്ക് കൊടുക്കാം, പാസ്റ്റർമാരെ സപ്പോർട്ട് ചെയ്യാം, എൻ്റെ പണം മുഴുവൻ ഞാൻ കർത്താവിന് കൊടുത്തേക്കാം. ഞാൻ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കി ദൈവത്തെ സേവിക്കാം. കർത്താവ് പറഞ്ഞു, നോ, എൻ്റെ ഹിതം അതല്ല. എൻ്റെ ഹിതം നീ എൻ്റെ വേലയ്ക്കായി എന്നെ ശുശ്രൂഷിക്കാനായി നീ ഇറങ്ങണം. ഞാൻ പറഞ്ഞു, നോ, ഐ വാസ് ഇൻ ദ വേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വഴികളിൽ തന്നെയായിരുന്നു. ഞാൻ പാപം ചെയ്യാൻ പോയില്ല, സിഗരറ്റ് ഒറ്റയെണ്ണം വലിച്ചിട്ടില്ല, ബീഡി തൊട്ടിട്ടില്ല, അങ്ങനെ കള്ളു കുടിച്ചിട്ടില്ല. നത്തിങ്, നോ റോങ്, നോ സിൻ, പാപമില്ല. എങ്കിലും ഐ വാസ് നോട്ട് സറണ്ടർഡ് ടു ഹിസ് വിൽ. എൻ്റെ ദൈവഹിതത്തിന് എൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടിരുന്നില്ല. റാദർ ഞാൻ കീഴടങ്ങിയില്ല. ഒടുവിൽ ദൈവം എന്നെ തൻ്റെ പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോയി കീഴടങ്ങിയ ഒരു ജീവിതത്തിനു വേണ്ടി ഓരോ ദിവസവും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ എത്ര പേർ ദൈവത്തിന് കീഴടങ്ങിയവരാ?